തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിൽ പ്രിയരെ, പരിശുദ്ധ സഭ ഓഗസ്റ്റ് 1 മുതൽ 15 വരെ ശൂനോയോ നോയമ്പ് വളരെ ഭക്തി ആദരവോടെ ആചരിക്കുന്ന സമയമാണല്ലോ. ഈ നോമ്പിൽ കന്യകമറിയാമിൻ്റെ സമർപ്പണ സ്വഭാവത്തെക്കുറിച്ചും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും നമുക്ക് ചിന്തിക്കാം. പരിശുദ്ധ അമ്മയുടെ സമർപ്പണം മനുഷ്യകുലത്തിന് തന്നെ ഏറ്റവും വലിയ മാതൃകയാണ്. കൗമാരത്തിൽ വളരെ പ്രത്യാശയോടുകൂടെ ജീവിച്ചു വരവേ പെട്ടെന്ന് നിലച്ചിരിക്കാത്ത സമയത്ത് ലോകാരംഭം മുതലുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ പങ്കുചേരുവാൻ കന്യകമറിയാം വിളിക്കപ്പെട്ടു. ദൈവദൂതനായ ഗബ്രിയേൽ കന്യകമറിയാമിൻ്റെ ഭവനത്തിൽ പ്രത്യക്ഷപ്പെട്ട് മശിഹായുടെ മാതാവാകുവാനുള്ള ദൈവവിളി അറിയിക്കുകയും ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് പറഞ്ഞ് ബലപ്പെടുത്തുകയും ചെയ്തു. ഈ സമയം സ്വന്തം ഹിതത്തിന് വിധേയപ്പെടാതെ ദൈവഹിതത്തിന് തന്നെ സമർപ്പിക്കുന്ന അമ്മയെ നമുക്ക് കാണുവാൻ കഴിയും. ലൂക്കോസിന്റെ സുവിശേഷം 1:38 ഇപ്രകാരം പറയുന്നു: ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇവിടെ ഈ ദൗത്യം ഏറ്റെടുത്താൽ തനിക്ക് പല അപമാനങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞിട്ട് പോലും ദൈവഹിതത്തിന് കന്യകമറിയാം സമർപ്പിക്കുകയാണ്. പ്രവാചകന്മാർ പോലും പ്രയാസമുള്ള കാര്യങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ മടി കാണിച്ചതായി ദൈവവചനത്തിൽ നമുക്ക് കാണാം. കന്യകമറിയാം ദൈവപുത്രന്റെ മാതാവാകുവാൻ നിയമിക്കപ്പെട്ടവളെങ്കിലും അവളുടെ ഇച്ഛയും സമ്മതവും കൂടാതെ ഇത് സാധ്യമല്ലായിരുന്നു. അവൾ ഒരു അടിമ തൻ്റെ യജമാനന്റെ ഹിതത്തിന് കീഴ്പ്പെടുന്നത് പോലെ തനിക്കുണ്ടാകുന്ന അപമാനമോ ദുഃഖമോ പ്രയാസമോ കാര്യമാക്കാതെ സൗമ്യതയോടുകൂടെ ദൈവഹിതത്തിന് സമർപ്പിക്കുന്നു. ഒരു വ്യക്തി യാതൊരു വ്യവസ്ഥയും കൂടാതെ ദൈവേഷ്ടം നിറവേറ്റുവാൻ തയ്യാറാകുമ്പോൾ ദൈവം അവർക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യും. ലൂക്കോസ് 1:38 ഇതാ ഞാൻ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞവളെ പുരോഹിതന്റെ ഭാര്യയായ എലിശബത്തിലൂടെ കർത്താവിൻ്റെ മാതാവായി ഉയർത്തുന്നതായി 43-ാം വാക്യത്തിൽ നമുക്ക് കാണാം. ബെനഡിക്റ്റ് 16-ാം മാർപ്പാപ്പ മറിയത്തെക്കുറിച്ച് ഇപ്രകാരം പറഞ്ഞു: ദൈവപുത്രനെ നൽകുക വഴി ലോകത്തിന് ഒരു പുതിയ വസന്തകാലം പ്രദാനം ചെയ്ത പനിനീർപ്പുവാണവൾ. തന്നെ വിശ്വാസത്തോടെ സമർപ്പിച്ചതിൻ്റെ ഫലമായിട്ടാണ് പരിശുദ്ധ അമ്മയ്ക്ക് ഈ ഉന്നത പദവി ലഭിച്ചത്. ഈ ശൂനോയോ നോയമ്പിൽ നമ്മൾ ഓർക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെ ഈ സമർപ്പണത്തിൻ്റെ മഹത്വമാണ്. നമ്മുടെ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമുക്കും മറിയത്തെപ്പോലെ സമർപ്പണം കാണിക്കേണ്ടി വരാം. ഭയങ്ങളും ദുരിതങ്ങളും നമുക്ക് മുൻപിൽ നിൽക്കുമ്പോൾ മറിയത്തിൻ്റെ വിശ്വാസവും സമർപ്പണവും നമ്മൾ അനുകരിക്കണം. മറിയത്തിൻ്റെ സമർപ്പണം പോലെ നാമും ദൈവ പദ്ധതിക്കായി നമ്മുടെ ജീവിതം സമർപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ സമർപ്പിക്കുന്നത് ഒരിക്കലും നമുക്ക് നഷ്ടമാകുകയില്ല. പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കുന്ന ഏവരെയും ദൈവം ഉയർത്തുമെന്നതിന് ഉത്തമ ഉദാഹരണമാണ് പരിശുദ്ധ അമ്മ. ഈ നോയമ്പിൽ നമുക്ക് അമ്മയുടെ സമർപ്പണത്തിൻ്റെ ആഴം മനസ്സിലാക്കുവാനും അത് നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കിത്തന്ന അച്ഛനോടും ഈസ്റ്റ് ഏഷ്യ റീജിയൻ മർത്തമറിയം ഭാരവാഹികളോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു.